ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചെറിയ സൈസ് ബ്രെഡിൻ്റെ ഒരു 10 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരിവ് കട്ട് ചെയ്ത് നമുക്കതൊന്ന് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ ബ്രെഡാണ്, അതുകൊണ്ട് വലിയ വലിപ്പമില്ല. നമുക്കിങ്ങനെ എല്ലാ ബ്രെഡും ഒന്ന് മുറിച്ചെടുക്കാം. ഇതേമാതിരിയുള്ള 10 സ്ലൈസസ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ഒന്ന് ചൂടാക്കി ഇടുക. അതിനായിട്ട് ബട്ടർ ചേർക്കും. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ആ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പതിയെ ഒന്ന് ചൂടാക്കി എടുക്കാം. ബ്രെഡ് കഷ്ണങ്ങളുടെ നിറം പതിയെ ഒന്ന് മാറിയിട്ടുണ്ട്. അത്ര മതി, ഒന്ന് ചൂടായാൽ മതി, അല്ല വറുത്തെടുക്കുകയൊന്നും വേണ്ട. നമുക്കങ്ങ് തീ നിർത്താം. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു സവോള, വലിയ സവോളയാണ്, അത് ഒന്ന് ചെറുതായിട്ടായിരിക്കും. തീരെ ചെറുതാക്കണ്ട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാട്ടിയെടുക്കാം. സവോള ഒന്ന് വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം.
ഇതിലേക്ക് ഇനി ഒരു അരച്ചു വെച്ച ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളിക്കാണ്. ഇനി ആ തക്കാളിക്കയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിലേക്ക് മസാല ഒന്ന് പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നമുക്ക് തീ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കൂട്ടുകൂടാൻ മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.